ഇതൊരു RT3 എന്ന് പറഞ്ഞ സോണിയുടെ ഒരു ഹോം തിയേറ്ററാണ്. ഇത് സോണിയുടെ പ്രോസസ്സർ IC ഒക്കെ വെച്ചുള്ളൊരു ബോർഡാണിത്. ഇപ്പം മീഡിയാടെക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇത് സോണിയുടെ തന്നെ പ്രോസസ്സറാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത് SAW-RT3 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. SAW-RT3. ഇത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഒരു സെറ്റാണ്. ഇതൊരു സർവീസ് സെൻറ്ററിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് അതിൻ്റെ പവർ സപ്ലൈ പോയതാണ്, നന്നാക്കാൻ പറ്റിയില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ തന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ പോയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് പവർ സപ്ലൈ മിക്കവാറും 24 വോൾട്ടോ 35 വോൾട്ടോ ആയിരിക്കും. എത്ര വോൾട്ടോ നോക്കാം നമുക്ക്. അപ്പോൾ ഈ പവർ സപ്ലൈ ഞാൻ എന്നാണേലും ഒന്ന് കുത്തി വേണം. ഇതാണ് ഇതിൻ്റെ അകം കാണിച്ചു. ഇതിൻ്റെ IC ഒക്കെ ഇതുണ്ട്. സോണിയുടെ IC ആണ്. പ്രോസസ്സർ IC ഇരിക്കുന്നത് സോണിയുടെയാണ്. ഇതായിരിക്കുന്നത്. ഇപ്പോൾ പുതിയതൊന്ന് മീഡിയാടെക്കാണ് ഇരിക്കുന്നത്. മീഡിയാടെക്ക് നല്ല IC ഒക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വോൾട്ടേജ് നോക്കാൻ പോവാണ്. 24 വോൾട്ട് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ, 32 വോൾട്ടാണ്. അങ്ങേയറ്റം ഗ്രൗണ്ട്. വോൾട്ടേജ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പവർ സപ്ലൈ പോയതായിരിക്കാം. നമുക്ക് വേറൊരു പവർ സപ്ലൈ വെച്ച് നോക്കാം. ഇപ്പോൾ വേറൊരു പവർ സപ്ലൈ നമ്മൾ ഇതിനകത്ത് കയറ്റി നോക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ഒക്കെ വെച്ചാലേ ഇതൊക്കെ ഓണാണോ പണ്ടാരമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതിന് വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കിയേക്കാം. വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങേയറ്റം ബ്ലാക്ക്. അതിൻ്റെ ഇപ്പറ് അവിടെ 20 വോൾട്ട് കാണിക്കുന്നുണ്ട്. 20 വോൾട്ട്. അടുത്തത് അടുത്ത 32 ഉണ്ട്. ഫാൻ കറങ്ങാൻ തുടങ്ങി. വേണ്ടേ ഇങ്ങോട്ടൊന്ന്. ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട്. ഉണ്ടോ? ഫാൻ കറങ്ങുന്നുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഫ്രണ്ടൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് അറിയാം. അടുത്ത ആ ഫ്രണ്ടൂടെ ഇങ്ങനെ എടുത്തോളൂ. ഫ്രണ്ട് ഇത് ഡിസ്പ്ലേയുടെ വേറെ. പക്ഷേ സ്വിച്ചൊക്കെ അങ്ങോട്ട് പോകണം. ഇത് കൊടുത്താലേ സ്വിച്ചൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഇതെല്ലാം അപ്പടി പോയ സ്ട്രിപ്പാണ്. ഒരു കാര്യം ചെയ്യും, അതിൻ്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കും. എന്നാണേലും വർക്കാവുമെങ്കിൽ പിന്നെ അതുകൊണ്ട് ഇതപ്പടി ക്ലാവാം. സ്ട്രിപ്പ് പ്രശ്നമാണ്. എന്നാലും നമുക്കൊന്ന് കുത്തി നോക്കാം.
താഴെ ചെന്ന് ആർട്ടിത്തിൽ റിമോട്ട് മേടിച്ചുണ്ടോ. ഇതിപ്പോൾ ഇതുണ്ട്, ഇതൊന്നും ഇത് പിന്നെ അവിടെ ഇല്ല, കണ്ടോ, ഇങ്ങനെ ആക്കി കളഞ്ഞു. ഇപ്പം ഇതൊക്കെ വേറെ അന്വേഷിക്കണം. പിന്നെ എങ്ങനെ ഇത് ഉപയോഗിക്കും, എങ്ങനെ ഇത് റെഡിയാക്കും, ആരും റെഡിയാക്കരുത്. അതാണ് എൻ്റെ ഉദ്ദേശം. റിമോട്ടൊക്കെ മേടിച്ചോണ്ടത്. റിമോട്ട് ഉപയോഗിക്കണേലും ഫ്രണ്ടിലത്തെ ലൈനുമായിട്ട് കണക്ഷൻ ആയാലേ പറ്റുള്ളൂ. വർക്കുകളൊക്കെ ആണെങ്കിൽ എല്ലാവരും തന്നെ ചെയ്യും. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന ഈ സെറ്റ് കമ്പനിയിലൊക്കെ സർവീസിന് കൊടുത്തതാണ്. അവർ പവർ സപ്ലൈ പോയതാണെന്ന് പറഞ്ഞു. പവർ സപ്ലൈ നമ്മൾ ഇട്ടു. പവർ സപ്ലൈ ഓൾറെഡി പോയതായിരുന്നു. പക്ഷേ മദർ ബോർഡും പോയതാണ്. മദർ ബോർഡും പോയതായതുകൊണ്ട് നമ്മൾ ഇതിൽ ഇനിയിപ്പം പണിതിട്ട് കാര്യമില്ല. മദർ ബോർഡ് കിട്ടണേലും ഭയങ്കര പൈസയാവും, എല്ലാവും. അതുകൊണ്ട് ഇത് നമ്മൾ ഒരു ഓൾട്ടർനേഷൻ ചെയ്യുവാണ്. ഇതിപ്പോൾ നമ്മൾ ഇവൻ്റെ സബൂഫർ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ സബൂഫർ കണ്ടോ, 2 ലൈൻ കൊടുത്തിരിക്കുക. ഒരു ഗേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ 2നെയും കൂടെ ഒന്ന് പിരിച്ചെടുക്കാം. ഈ അത്ര വലിയ ഗേജൊന്നും പറയാനില്ല. ഗേജ് ഇല്ലാത്തതുകൊണ്ടാണ് അവരിതിങ്ങനെ ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ 2 എണ്ണം കൂടുമ്പോഴുള്ളതിലും ഗേജാണ് ഞാനിടുന്നത്. ഞാൻ ഗേജ് 0.75 ഗേജുള്ള ഫിനോലെക്സിൻ്റെ സ്പീക്കർ വയറാണ് ഞാൻ ഇടുന്നത്. കമ്പനി 2 വയറിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി പ്ലാവൊക്കെ പോലെ ഉണ്ട്, ഒരു കറുപ്പൊക്കെ കാണുന്നുണ്ട്. ഇതൊന്ന് കയറ്റിയിട്ട് നോക്കട്ടെ. ആ, ഓ, ഇത് ക്ലാവാ. ഉണ്ട്, ക്ലാവ് ആയതുകൊണ്ട് ഞാൻ ആ സാധനം ഇത് കണ്ടോ, കറുത്ത് പോയി വയറ് കറുത്ത് പോയി. അതുകൊണ്ട് ആ വയറ് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഇരുന്ന് പഴക്കം കൊണ്ട് ആ വയറ് വരെ കറുത്ത് പോയി. ഇത് എൻ്റെ സ്കൂട്ടർ അതെടുത്ത് പോയി. ഇത് റോഡ് എടുക്കുക അതൊന്നായല്ലേ. അപ്പോൾ എൻ്റെ സ്പീക്കറിൻ്റെ വയറെല്ലാം കൂടെ എടുത്തു. ഇനിയിപ്പോൾ സ്പീക്കറൊന്ന് പൊക്കട്ടെ. എടുത്തു. ഓ, ഒരു വയറ് അതിലെ എടുത്ത് കുറേ കൂടെ കൊണ്ടുവരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം സ്പീക്കറിന് കുഴപ്പം കാണുകയില്ല എന്ന് വിചാരിക്കുന്നു. ഇതിവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കേൽ പ്രസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് ഊരാൻ പറ്റുള്ളൂ. ആ ലോക്ക് ഇതാണ് അതിൻ്റെ സംഭവം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ, ഇതിപ്പോൾ ഞാൻ കത്തി എടുത്തുന്നേ ഉള്ളൂ. വെള്ളം എടുത്ത് ഉപയോഗിക്കും. കത്തി എടുത്താൽ ഒരു അപകടമല്ല, തിന്നു വല്ലതും ചെയ്താൽ കൈ മുറിഞ്ഞ് വെച്ചിരിക്കും. പോന്നു. ഇനി ഈ സാധനം നമുക്ക് ശരിക്കും ഈ വയർ ഈ ജിഗൊന്നും ഇവിടെ ആവശ്യമില്ല. ഗൂഗിൾ അടച്ചു വിട്ടാൽ മതി. ഇതാണ് സംഭവം. ഇപ്പോൾ അതിലാണ് നമ്മൾ വയർ കയറ്റി ഫ്രണ്ടിൽ കൂടെ വിടാനാണ് നമുക്ക് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ വയർ. താഴെയൊന്നുമല്ലോ, ഫോണാണോ? അല്ലല്ലോ.
വയർ നമ്മൾ അതിൽ തന്നെ കയറ്റി കൊടുക്കാൻ പോവാണ്. ചുമല നമ്മൾ പോസിറ്റീവേലും ബ്ലാക്ക് വരയില്ലാത്തത് നെഗറ്റീവേലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ലീഡ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഒന്ന് വളച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ബെറ്ററാണ്. കാരണം ഊരിപ്പോവുകയില്ല, അനങ്ങുമൊന്നുമില്ല, എന്നാലും ഊരിപ്പോയൊന്ന് വളച്ചിട്ട് നല്ലപോലെ ലെഡിട്ട് കൊടുക്കണം. പിന്നെ നല്ല പരിപാടിയൊക്കെയാണ്, പക്ഷേ പിന്നെ ക്ലാവ് പിടിച്ചാൽ ഊരിപ്പോകും. ഇതാകുമ്പോൾ പിന്നെ ഒരു കാലത്തും പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല. അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് ഞെടുക്കിയിട്ട് ലെഡിട്ട് കൊടുക്കുക. ലെഡിടാനൊന്നും ഒരു മടിയും വിചാരിച്ചേക്കില്ല. അപ്പം ഇട്ടു. ഇനി എന്താണെങ്കിലും സ്പീക്കർ ചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ, പക്ഷെ നമ്മൾ സ്പീക്കർ ചെക്ക് ചെയ്തില്ല. നമ്മൾ സോണിയുടെ സ്പീക്കർ ആയതുകൊണ്ട് ഒരു തൻ്റെ ഇടത്തിലാണ് ചെയ്തത്. കുഴപ്പമൊന്നും കാണുകയില്ല എന്നുള്ളൊരു തൻ്റെ ഇടം, അമിതമായ കോൺഫിഡൻസ്. അത് തെറ്റാണോ സാർ? അമിതമായ കോൺഫിഡൻസ് ഒരു തെറ്റാണോ? തെറ്റാണെങ്കിൽ തെറ്റാണ്, തെറ്റല്ല. എന്നാലും ഞാനിത് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എലിപ്പിള്ളേരൊന്നും കയറിയിട്ടില്ലെങ്കിൽ നമ്മുടെ സോണിയുടെ സബ്വൂഫർ അങ്ങനെ പോകാറില്ല. അപ്പം ഇതിനൊരു ഇച്ചിരി ലെഡ് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോർഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി ലെഡ് ഇട്ടങ്ങ് വിട്ടേക്കുവാണെങ്കിൽ സംഗതി നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ പോയി നമ്മുടെ ലെഡ്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ലെഡ് ഒളിവിപ്പോയോ? ഇവിടെ ഉണ്ടായിരുന്ന ലെഡ് ഒളിവിപ്പോയി, കാണുന്നില്ല. ഒളിവിപ്പോയ ലെഡിനെ നമ്മൾ കണ്ടുകിട്ടി. ആവശ്യത്തിന് ലെഡ് ഈ വയറയിലും കൂടെ നമ്മൾ കൊടുക്കുവാണ്. കാരണം ഇത് നമ്മുടെ പുതിയ AS21 വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. AS21 കൊടുക്കുമ്പോൾ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെയാണ്. ഉണ്ടോ? ഇവിടെ ഒന്ന് കാണിച്ച്, സ്പീക്കർ ചെക്ക് ചെയ്യുമ്പോൾ സ്പീക്കർ അനങ്ങുന്ന ഇവിടെ കൊണ്ടൊന്ന് കാണിച്ച്. ഇപ്പോൾ ചെറിയ ആംബിയർ ഓൾറെഡി പോയ ബാറ്ററികളായി കിടക്കുന്നതല്ല അല്ല, ഇവിടെ അനങ്ങുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സ്പീക്കർ റെഡിയാണ്. ഇനിയിപ്പോൾ വയറും നമുക്ക് ആവശ്യത്തിന് പൊക്കി വെക്കാനുള്ളൊരു വയർ കിടന്നോട്ടെ. ഓക്കെ, ഇനി നമ്മൾ സ്ക്രൂ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഇച്ചിരി ഗ്ലൂ ഗണ്ണ് കൊടുക്കുവാണ്. എയർ താടാനുള്ള ഏക വഴി അതാണ്, അതിൽ ചാടണ്ട. ഇത് നമ്മൾ സ്ക്രൂ ഇടാൻ പോവാണ്. 1 2 3 4 5 6 സ്പീക്കറാണ്, 6 സ്ക്രൂ ആണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു, നല്ല ടൈറ്റായി. ഇനിയിപ്പോൾ ഈ വയർ നമുക്ക് ഈ ഫ്രണ്ടിലൂടെ എടുത്താണ് ഇതിൻ്റെ സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്ത് ബാക്കിൽ ഇറക്കണം. അതിനെ ബാക്കിലാണ് അതിൻ്റെ ഇത് വരുന്നത്. അല്ലെങ്കിൽ തുളയിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാസിനെ ബാധിക്കും. കൊണ്ട് തുളയിടുന്നില്ല, ഫ്രണ്ടിൽ കൂടെ തന്നെ ഇങ്ങനെ എടുക്കുവാണ്. എടുത്ത് അവിടെ എല്ലാ സാധനവും പോയതാണല്ലോ, ഇനിയിപ്പോൾ അതൊന്നും അവിടെ ആവശ്യമില്ല. ആ ഗ്യാപ്പിലൂടെ അത് എടുക്കാൻ പറ്റും. അപ്പം ഇതിപ്പോൾ നമ്മൾ മുറുക്കി വെച്ചു. അടുത്ത
വയറതിലെടുത്തു. AC കോഡൊന്നും ഇനി നമുക്ക് അവിടെ ആവശ്യമില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കി. ബാക്കി ബോർഡും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇതിലേ കയറ്റാം, ഇതിലേ കയറ്റിയിട്ട് ഇതിലേ വലിക്കാം. അങ്ങനെയല്ലേ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഓക്കെ. അതിനകത്തൂടെ എടുത്ത് ഇവിടെ ഇപ്പോൾ വേറെ തുളയൊന്നും ഇടാതെ ഇപ്പോൾ അവിടെ ഒരു എക്സോസ്റ്റ് ഇരുന്നതിൻ്റെ അവിടെ ഹോളുണ്ട്. അപ്പോൾ ഇച്ചിരി മുഴുത്ത ഹോളുണ്ടായാലും അത് പോരത്തുള്ളൂ. ഒന്നിനും ആവശ്യമില്ല, അതെല്ലാം ഷോർട്ടായി പോയ സാധനങ്ങൾ എവിടെ ഇരുന്നാൽ തുരുമ്പെടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ആക്കി നമ്മൾ ഈ പെട്ടിയും കൂടെ അടച്ചു കഴിഞ്ഞാൽ എല്ലാം വൃത്തിയായി. കാലഘട്ടത്തിൻ്റെ മാറ്റം എല്ലാം അനിവാര്യമാണല്ലോ. കാലഘട്ടത്തിൻ്റെ മാറ്റം അനിവാര്യമാണല്ലോ. ഫോൺ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ആരെടുക്കും ഫോൺ? എങ്ങനെ പണി തീരും? എല്ലാവരും എൻ്റെ സെറ്റ് എന്ന് പറയും. ആ ഒരു സെറ്റിൻ്റെ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഈ ഇരിക്കുന്ന മുഴുവൻ സെറ്റിൻ്റെ കാര്യം ഞാൻ ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ഫോണെങ്കിലും വിളിക്കുമ്പോഴെങ്കിലും ഒന്ന് വിളിച്ചു എടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഞാൻ എടുക്കാറുണ്ട്. വീണ്ടും വിളിക്കുന്നത് നിങ്ങളുടെ അത്യാവശ്യം കൊണ്ടായിരിക്കാം, പക്ഷെ ജോലിയൊന്നും തീരെയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനായി സംഗതി അവിടെ വരിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കവറുണ്ട്. ഇതിൻ്റെ കവറൂടെ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇതാണ് ആ കവർ. അവൻ പറഞ്ഞ കവർ ഇതാണ്. അതിനകത്ത് കയറ്റി ഇട്ടു. ഇപ്പോൾ ഈ വയറിനി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാതിരിക്കാൻ നമ്മളൊരു ഗ്ലൂ അവിടെ തട്ടുകയാണ്. അവനവിടെ മര്യാദയ്ക്ക് ഇരുന്നോളും. ഓക്കെ, നമ്മൾ സ്പൂലെല്ലായിട്ടാക്കാം. 2 3 4 5 6 എല്ലാം കഴിഞ്ഞു. ഒരു ഉളുകുന്നത് ഒന്നുമേ ഇവിടെ ഒരു എക്സോസ് ഉണ്ടായിരുന്നു. ആ എക്സോസ് വഴിയാണ് ഈ പാറ്റായും പല്ലിയെല്ലാം കയറി ഈ സെറ്റ് ഇതുപോലെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി അവനൊന്നും അതിൽ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഗ്ലൂ ഇട്ടങ്ങ് വിടുകയാണ്. അകത്ത് കയറിയൊരു വാസം വേണ്ട, പുറത്തൂടെയുള്ള വാസം മതി. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടായി. നമ്മുടെ ആംപ്ലിഫയർ മൊത്തം തീർന്നിരിക്കുക. സെറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കംപ്ലൈൻറ്റ് ചാടുന്ന ഇട്ടാൽ മതി.
മാത്രം ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് സബ്ബൂഫറിൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് അടിക്കുന്നുണ്ട്. AS21 ഫുള്ള് വോളിയം കൊടുക്കാൻ പറ്റില്ല ഈ സബ്ബൂഫറിൽ. ഒരു പകുതിയൊക്കെ വോളിയത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഫുള്ള് വോളിയം സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സബ്ബൂഫർ കംപ്ലൈൻ്റ് ആയി പോകും. അത്രയും പവറുണ്ട് നമ്മുടെ ആംബിന്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് അടയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സബ്ബൂഫർ നമ്മൾ ഡയറക്റ്റ് എടുത്ത് റെഡിയാക്കി. ഈ ഫോൺ വിളിക്കുമ്പോഴേ ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഫോൺ എടുക്കാൻ പലപ്പോഴും പറ്റാതെ വരുന്ന ഇതുകൊണ്ടാണ് കേട്ടോ, ജോലി സാറിനെ ആയതുകൊണ്ടാണ്. ഹലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ കസ്റ്റമേഴ്സിനോടും പറയാനുണ്ട്, നിങ്ങളിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന TV-ക്ക് നിങ്ങളെക്കാളും ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ തുരുമ്പ് പിടിച്ചതും പലരും നോക്കി നശിപ്പിച്ചതുമായ സെറ്റുകൾ ഒഴികെ ആരും നോക്കാതെ വരുന്ന TV-കളും ആരും നോക്കാതെ വരുന്ന ഹോം തിയേറ്ററുകളും ചെയ്യാൻ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ചെയ്തു തന്നിട്ടുള്ള ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്തത്. അപ്പം ഇത് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മളത് നമ്പർ അനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ സെറ്റ് ശരിയായോ, എൻ്റെ സെറ്റ് ശരിയായോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ആൾക്കാരല്ല ഇവിടെ സെറ്റ് തന്നിരിക്കുന്നത്. എല്ലാവരും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ ചോദിച്ചാൽ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. കാരണം പണി ഒന്നും നടക്കത്തില്ല. ഈ പണിയുടെ ഇടയ്ക്ക് ഇപ്പോൾ 5 പേര് എന്നെ വിളിച്ചു, ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്നുള്ളൂ. എൻ്റെ സെറ്റ് ശരിയായോ, എൻ്റെ സെറ്റ് ശരിയല്ല, അടുത്ത ആൾ വിളിക്കുന്നു, അടുത്ത ആൾ വിളിക്കുന്നുണ്ട്, കാണിക്കണ്ട. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പണി ഇവിടെ നടക്കില്ല. നിങ്ങളുടെ സെറ്റ് റെഡി ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയും, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും, ഇതെങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയും. ഓക്കോ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സ്പെയർ കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇത്രയും നേരമായിട്ട് ഞാൻ ചോറ് പോലും ഉണ്ണായിരുന്നു പണിയുവാണ്. അപ്പോൾ ഞാൻ ഉണ്ണാൻ പോവാണ്. അപ്പോൾ ഈ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള മൂഡിലല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫോണുകൾ ആവശ്യമില്ലാതെ സെറ്റ് ഇവിടെ തന്നിരിക്കുന്നവർ വിളിക്കരുത്. വിളിച്ചാൽ നിങ്ങളുടെ സെറ്റ് തരാനുള്ള സമയം പിന്നെയും കൂടും. കാരണം ഇങ്ങനെ 10 പേര് വിളിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം പോകും. മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. അത് അത്ര ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കുക. ഇങ്ങനെ ആവശ്യമില്ല ഫോൺ വിളിക്കണ്ട. ഇവിടെ സർവീസ് ചെയ്യാൻ തന്നിരിക്കുന്ന സെറ്റുകളുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട്, നിങ്ങളെക്കാളും ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങളുടെ ഒരു സെറ്റ് മാത്രമാണ് ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ സെറ്റുകളുടെ മുഴുവൻ കാര്യവും ഞാൻ ആലോചിച്ചാൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിളിക്കേണ്ട. സെറ്റ് തീരുന്നതനുസരിച്ച് പിന്നെ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ട് തീർന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാത്ത 70 സെറ്റ് കൂടി ഇരിപ്പുണ്ട്. 1ഉം 2ഉം അല്ല, 70 എണ്ണം TV തന്നെ റായ്ക്കയിൽ. അതൊന്ന് ആദ്യം എടുത്തുകൊണ്ട് പോകും. ഓക്കെ, ബാ. ഇതാണ് RT3-യുടെ സൗണ്ട് ബാറാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് സെൻറ്റർ 4 ohmsഉം 2 സൈഡും 2.5 ohmsമാണ്. അപ്പോൾ ഈ 2.5 ohms ഉള്ള 2 സൈഡിലുള്ള ആൾക്കാരെ, അതായത് ഈ 2 പേരെ ഞാനങ്ങോട്ട് എടുക്കുകയാണ്. സെൻറ്റർ നമുക്ക് ആവശ്യമില്ല. അപ്പം അത് വന്നപ്പോൾ നമുക്കത് വേണ്ട. ഇനി 2 സൈഡും 2 ഇതും മതി. അപ്പോൾ നമുക്ക് ഇത് സൈഡ് ഇത് തന്നെ ആണോ എന്നാദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 2 സൈഡിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞു. നമുക്ക് ബാറ്ററി വെച്ചൊന്ന് നോക്കാം. സെൻറ്റർ ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ സൈഡിലത്തെ ഇത് സെൻറ്ററാണല്ലോ കേട്ടെ, അല്ലേ? എവിടെയാണ് കേൾക്കുന്നു നോക്കണം. ഇത് സെൻറ്ററാണ്, അത് 4 ohms ആണ്. അപ്പോൾ സെൻറ്റർ ഇങ്ങേ അറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കണമെന്നായിരുന്നു, നോക്കിയത് ശരിയായി. അത് ആ സൈഡും ഈ സൈഡും. അപ്പം ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്നതാണ് സെൻറ്റർ. നമുക്കവനെ അവിടെ ആവശ്യമില്ല, നമ്മളവനെ കട്ട് ചെയ്ത് വിട്ടു. നമുക്കിത് 2 മതി, അതവിടെ ഇരുന്നോട്ടെ.
അപ്പം ഇതിനകത്ത് ബ്ലാക്കും റെഡും ഉണ്ട്, ബ്ലാക്കും വരയും ഉണ്ട്. അതിപ്പോൾ വര എങ്ങനെയാണ് ബ്ലാക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് അതെല്ലാം അപ്പടി ചെളിയും മണ്ണും പിടിച്ചിരിക്കുവാണ്. ഈ ലൈന് ഇത് ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ഒന്നിച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്തതും ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇതിപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവും കൂടെ ഒന്നിച്ച് കൊടുത്തു. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, സെൻറ്റർ നമ്മൾ വിട്ടു. ഇനി ഇത് എത്ര ഓംസ് കാണിക്കും നോക്കാം. മര്യാദയ്ക്കാണെങ്കിൽ ഇത് 5 ഓംസ് ആണ് കാണിക്കേണ്ടത്. ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ. നമുക്ക് എത്ര ഓംസ് കാണിക്കുന്ന മീറ്ററിലൊന്ന് കാണിച്ച്. 5-ന് 7.4 കാണിക്കുന്നുണ്ട് മീറ്ററിൽ. പിന്നെ ആ റെസിസ്റ്റൻസ് കാണും ഇച്ചിരി 7.6 ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. 8 വരെ നമ്മുടെ സാധനം അടിപൊളി വർക്കിംഗ് ആയതുകൊണ്ട് 7.6 നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓംസ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. സെൻറ്ററിൻ്റെ 4 ഓംസ് എന്നുള്ള 5 ഓംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നാണെങ്കിലും ഇതൊന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. ഇതൊരു ഒരു സൈഡാണ്. നമുക്ക് പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവും. ഇത് ഇത്ര ഇങ്ങനെ തള്ളി നിൽക്കാതെ താഴോട്ട് കട്ട് ചെയ്തിട്ട് ചില താഴോട്ട് ചെയ്താൽ തന്നെ ഇത് ഇങ്ങനെ പൊക്കി നിർത്തേണ്ട കാര്യമില്ലല്ലോ. കട്ട് ചെയ്തിട്ട് ഇവിടെ താഴോട്ട് ഇറക്കി ചെയ്യണം. സൂപ്പർ സൗണ്ട്, സൂപ്പർ, അടിപൊളി അടിപൊളി സൂപ്പർ. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് അയച്ചിട്ട് മറ്റേ ഇനി സറൗണ്ട് സ്പീക്കറാണ് ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. സറൗണ്ട് ഇതിപ്പോൾ എന്നാണേലും ഇതിപ്പോൾ ഇവിടെ 2 ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവനെ ഇത്ര അവിടെ വേണ്ടല്ലോ. ഇവരെ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് ചെയ്ത് വിട്ടാൽ മതി. അല്ലെങ്കിൽ അത് അവനോട് പൊങ്ങി ഒരു ശല്യമായിട്ട് നിൽക്കുക. ഓക്കെ. അവന് നമ്മൾ താഴെ വെച്ച് തന്നെ ഇത് കൊടുക്കണേ. കൊടുത്തിട്ട് ഇത് പാടിയല്ലേ. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വിട്ടാൽ മതി എന്ന് ചിന്തിക്കരുത്. അത് കൊടുക്കണം. നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്യണം. നല്ലപോലെ ഫ്ലെക്സ് ഇടണം. നല്ലപോലെ ലെഡ് ഇടണം. ഇതിൻ്റെ പഴക്കം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വയറൊക്കെ ഒരുവിധമൊക്കെ ക്ലാവായി. അതാണ് ഞാൻ സബ്വൂഫറിന് ഇതാക്കി. ഇനിയിപ്പോൾ നമുക്ക് അതിന് ഒരു സ്ലീവ് കൂടി ഇടണം. കറുത്ത സ്ലീവ് വെച്ചിട്ട് ഞാൻ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് നമ്മൾ അവിടെ സെറ്റാക്കി ഒന്നായി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള 2 വയർ മാത്രമേ ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനെ നമ്മളൊരു എന്നാ പറയുന്നത് ഒന്ന് ഒട്ടിച്ച് വിട്ടേക്കാം. അപ്പോൾ ഒരു ചാനലായി. ഇതൊരു ചാനൽ സബ്വൂഫറായി. ഇനി അടുത്ത ചാനൽ 2 കുഞ്ഞ് സാറ്റലൈറ്റ് സ്പീക്കേഴ്സാണ്. ഇതാണ് അവരുടെ ഓംസ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. അവരുടെ ഓംസും 2.5 എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പെണ്ണാണേലും സറൗണ്ടാണ്, കുറച്ച് മാറ്റി വെക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് നമ്മളത് ഇത്ര മതി. അതും
നമ്മളൊരു പണി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് കഴിവതും ഫോൺ വിളിക്കാതിരിക്കുക, ജോലിയെ തടസ്സപ്പെടുത്താതിരിക്കുക. ഒരെണ്ണം കൂടെ ഉണ്ട്, അടുത്തത്. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് 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 കണ്ടുപിടിക്കാൻ നോക്കി. ഇതേ വരെ പറ്റും. ഇത് ഏതാ? ഇതിപ്പം പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് നോക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടെ കൊടുക്കുവാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൊടുക്കും. കുറച്ച് അറ്റത്തിലുള്ള വയറെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. എല്ലാം ക്ലാവും കറുപ്പും ഒക്കെ എടുത്ത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്ന സാധനമല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത് ബ്ലഡ് ചെയ്യുന്നു. ഇതിനും ഞാൻ ബ്ലഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് സോൾഡർ ചെയ്ത് കൊടുക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബ്ലഡ് ചെയ്യുന്നുണ്ട്. അത് ബ്ലഡ് ചെയ്തു. ഇത്ര നീളം അവിടെ ആവശ്യമില്ല, കുറച്ച് കട്ട് ചെയ്യുക. ഇത് വെച്ച് കട്ട് ചെയ്യുക. കറക്റ്റ് ഇത്ര ആവശ്യമുള്ളൂ, പോരെ. അപ്പോൾ ഇതും കൂടെ ഇതിന് കൊടുത്ത് നോക്കാം. ഈ സ്പീക്കറും എങ്ങനെ, ഇതൊരു ഓംസ് ആദ്യം നോക്കാം, എത്ര ഓംസ് കാണിക്കുമെന്ന്. അഞ്ച് ഓംസ് എന്ന് പറഞ്ഞിട്ട് ഓംസൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഇച്ചിരി സ്വല്പം ഹൈ ആണ് ഓംസ് കാണിച്ചത്. ഓംസ് അപ്പോൾ ഓംസ് നമുക്ക് 6 ഓംസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാണ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഓംസൊക്കെ ഇച്ചിരി കൂടുതൽ കാണിക്കുന്നുണ്ട്. പഴക്കം കൊണ്ടിരുന്നിട്ടാണോ എന്നെനിക്കറിയില്ല. 2.5 ഓംസ് എന്ന് എഴുതിയിരിക്കുന്ന 6 ഓംസൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ടില്ല, സൗണ്ട് ബാർ കൊടുക്കാതെ ഇത്രയും ശബ്ദം. മനസ്സിലായോ? സ്പീക്കർ അടിപൊളി തന്നെയാണ് സോണിയുടെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്പീക്കർ അടിപൊളിയാണ്, ഊഫറും പക്കായാണ്. അപ്പോൾ ഇങ്ങനെ RT3 പോയെന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെട്ട് നടക്കണ്ട. RT3 പോയി, മദർ ബോർഡിന് 10,000 15,000 പറഞ്ഞു, പവർ സപ്ലൈ ഇല്ല, അതില്ല ഇതില്ല.
ഡിസ്പ്ലേ ഇല്ല എന്നൊന്നും പറഞ്ഞ് ആരും പ്രയാസപ്പെടണ്ട. ഇങ്ങോട്ട് പോരെ. ഞാൻ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് RT3യെക്കാളും ബ്ലൂടൂത്തും എല്ലാ സാധനമുള്ള പെൻഡ്രൈവും എല്ലാ സാധനമുള്ള സാധനം തരാം. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്യിക്കാം. ഞാൻ പകുതിയെ വെച്ചിട്ടുണ്ട്. ഞാൻ പകുതിയെ കൊടുക്കും. ഉള്ളോടെയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ തീർക്കുകയാണ്. RT3 ഫുൾ സെറ്റ് ചെയ്തു, ഇതുമായിട്ട് ചെക്ക് ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്. ഇനി കൊടുത്തു വിട്ടാൽ മതി സാധനം. എല്ലാം ഊരി ഒരു ബ്ലാക്ക് ഇൻസ്റ്റലേഷൻ കൂടെ ഇടാനുണ്ട് ഇവിടെ. ഓക്കെ, നമ്മുടെ മീറ്ററിൻ്റെ കുഴപ്പമാണോ ഇവരുടെ ഓംസിൻ്റെ കുഴപ്പമാണോ? ഓംസ് ഇച്ചിരി കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ പഴക്കം കൊണ്ടിങ്ങനെ ഓംസ് മാറുന്നതായിരിക്കാം ചിലപ്പോൾ. ചിലപ്പോൾ എഴുതിയിരിക്കുന്ന ഓംസും മറ്റേ ഓംസുമായിട്ട് വ്യത്യാസമില്ല. മൊത്തത്തിൽ ഇച്ചിരി എല്ലാം കൂടിയാണ് കാണിക്കുന്നത്. അപ്പം എന്നാലും കുഴപ്പമില്ല, സംഭവം ക്ലിയറായിട്ട് ഓടുന്നുണ്ട്. നിർത്തിക്ക്. ഇതേ ഈ കുഞ്ഞ് സ്പീക്കർ, ഇത് RT3യുടെ ഒരു ഹോം തിയേറ്ററാണ്. അത് സർവീസ് ചെയ്യാൻ വന്നതാണ്. സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചപ്പോൾ കണ്ടു ഇതാണ് സാധനം. കണ്ടപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മദർ ബോർഡും പോയതാ, പവർ സപ്ലൈയും പോയതാണ്. മദർ ബോർഡും പവർ സപ്ലൈയും മാറി നന്നാക്കാൻ പറ്റിയാലാത്തതുകൊണ്ട് നമ്മൾ ZK TB21 ZK TB21 അല്ല AS21 കൊടുത്തു. AS21 പവർ കൂടിയതെടുത്തു. അതെടുത്ത് സെറ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. മദർ ബോർഡും ഇതൊക്കെ പോയെന്ന് പറഞ്ഞ് കരഞ്ഞൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഈ ബോർഡ് എടുത്ത് കൊടുക്കാൻ TB21 കൊടുത്താലും ധാരാളമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പറയുന്നില്ല, വാച്ച് ചെയ്തോളൂ.
അവസാനം താങ്ക് യു പറയാം. ഓക്കെ, ഇങ്ങോട്ടല്ല മട്ടന്മാര് പിള്ളേർക്കുള്ള അഭിപ്രായം. Attention audience. This is a sound check. Loud sounds ahead. Please prepare yourself. Subkick test. Checking subkick response. Feel the thump. Testing speakers. Left side only. Now, right side only. Both channels active. Stereo check complete. Bass sweep incoming. From low to high. Extreme pressure across the range. System locked. Main track starting now. Subwoofers ready. System ready. Performance unlocked. ഇത് ഒറിജിനൽ വെർഷൻ. ഇത് ഇച്ചിരി വില കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ആൾക്കാരുടെ ഒരു നിർബന്ധം കൊണ്ട്